കശുവണ്ടിയുടെ മുളപ്പിക്കൽ എന്നുള്ളത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി അതിന് ചെറിയ സ്റ്റാൻഡേർഡൈസേഷൻ പ്രോസസ്സുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്രകാരത്തിലാണ് ഞാനിവിടെ കശുവണ്ടി മുളപ്പിക്കുന്നത്. അതിനായിട്ട് നമ്മൾ മുളപ്പിക്കാനുള്ള കശുവണ്ടി ഇതുപോലെ വെള്ളത്തിൽ പുതിർത്ത് വെക്കും. ഇതൊരു 5% വീര്യമുള്ള സലൈൻ വാട്ടറാണ്. ഇത്തരത്തിൽ മേൽഭാഗത്ത് പൊങ്ങിക്കിടക്കുന്ന കശുവണ്ടികളെല്ലാം തന്നെ മുളക്കൽ ക്ഷമത വളരെയധികം കുറഞ്ഞിട്ടുള്ളതാണ്. ഇത്തരം കശുവണ്ടികൾ എടുത്ത് മാറ്റും. ബാക്കി കശുവണ്ടികളും ആണ് ഏകദേശം നമ്മൾ 56 മണിക്കൂറോളം കശുവണ്ടിയെ സോക്ക് ചെയ്ത് വെക്കും. ഈ സോക്ക് ചെയ്ത കശുവണ്ടിയാണ് നമ്മൾ മുളപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ സോക്ക് ചെയ്ത കശുവണ്ടി നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തിരിക്കുന്ന കൊയർപ്പിത്ത്, അതായത് ചകിരിച്ചോറിൽ അതിൻ്റെ pH ഒക്കെ വളരെ കറക്റ്റ് ചെയ്യണം. ഇത് സാധാരണ സീഡ് ട്രേകളിൽ ഇത് ആദ്യം ചെറിയൊരു ലെയർ ഇട്ടതിന് ശേഷം കശുവണ്ടി ഇതിനകത്തേക്ക് പാകുകയാണ് ചെയ്യുക. കശുവണ്ടികൾ പാകാനായിട്ട് അതിന് ഈ തരത്തിലാണ് ഇത് പാകേണ്ടത്. കശുവണ്ടികൾ ഇത്തരത്തിൽ നമ്മൾ പാകുന്നു. ഇത്തരം ചകിരിച്ചോറുകൾ സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ ബാക്ടീരിയ കണ്ടാമിനേഷൻ ഉണ്ടാകുകയും നമുക്ക് ഉൽപ്പാദന നഷ്ടം വളരെ വൻതോതിൽ ഉണ്ടാകുകയും ചെയ്യും. ഇത്തരത്തിൽ ചകിരിച്ചോറ് കൊണ്ട് അതിൻ്റെ മേൽഭാഗം കൂടെ കവർ ചെയ്തതിന് ശേഷം ഈ സീഡ് ട്രേകൾ നമ്മൾ ആവശ്യത്തിന് നനച്ചിട്ട് നമ്മളിത് ജെർമിനേഷൻ റൂമിലേക്ക് നമ്മളവിടെ നിന്ന് പാകിയ സീഡ് ട്രേകൾ നമ്മൾ ഈ മൾച്ചിങ് ഷീറ്റിൽ വെച്ചിട്ട് ഈ ജെർമിനേഷൻ റൂമിൽ വെക്കും. ഇത് ഇന്നലെ ഞാൻ ചെയ്തതാണ്. അവിടെ നമുക്ക് നോക്കിയാൽ കാണാം, ഇന്നലെ വെച്ചിരിക്കുന്നതാണ്. ഇത് ഏകദേശം 5 കിലോ കശുവണ്ടിയാണ് ഇത് പാകി വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇത് നന്നായി പുതയിട്ട് കൂടുതൽ ഹ്യൂമിഡിറ്റി, ആർദ്രത ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ പുതയിടുന്നത്. ഇതിൻ്റെ ഡേറ്റും എഴുതി വെക്കും. ഇനി 15 ദിവസം കഴിയുമ്പം ഇത് മുളക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇതിന് നല്ല ആർദ്രത കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൃത്രിമമായിട്ട് ആർദ്രത കൊടുക്കാൻ ഹ്യൂമിഡിറ്റി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഹ്യൂമിഡിറ്റേറ്റർ ഉണ്ട്. ആ ഹ്യൂമിഡിറ്റേറ്റർ വെച്ചിട്ട് 95% ഹ്യൂമിഡിറ്റി ഉണ്ടാക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്തെ ചൂട് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് 35 ഡിഗ്രിയാണ് ചൂട് നിയന്ത്രിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് ശീതീകരണ സംവിധാനവും ഇവിടെയുണ്ട്. ആർദ്രത നോക്കാനുള്ള ഈ മിഷൻ ഇത് ഓട്ടോമാറ്റിക് മിഷനാണ്. ഇതിന് സെൻസറുകളുണ്ട്. ഈ സെൻസറുകളിൽ ഉപയോഗിച്ചിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊള്ളും. പിന്നെ ഇത് ഇത്തരത്തിലും അവിടെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അതിനുശേഷം ഒരു 15 ദിവസം കഴിയുമ്പോൾ നമ്മുടെ മുളപ്പിച്ച കശുവണ്ടി വിളവെടുക്കാൻ സജ്ജമാവും. ഇത് 16-ാമത്തെ ദിവസം വിളവെടുക്കാൻ തയ്യാറായിട്ടുള്ളതാണ്. നമുക്ക് നോക്കിയാൽ കാണാം, ഇതിലുള്ള ഏകദേശം മുഴുവനായിട്ടും കശുവണ്ടി ഏകദേശം ഒരു 5-10 എണ്ണം ഒഴികെ ബാക്കിയെല്ലാം മുളച്ചിട്ടുണ്ട്. ഇങ്ങനെ കശുവണ്ടി മുളച്ച് കിട്ടണമെങ്കിൽ അതിന് കുറച്ച് സാങ്കേതികമായിട്ടുള്ള വിഷയമുണ്ട്. അതായത് കശുവണ്ടിയുടെ മുളക്കൽ ക്ഷമത സാധാരണ 90 ദിവസമാണ്. അത് കഴിഞ്ഞിട്ട് ആ മുളക്കൽ ക്ഷമത, അങ്കുരണശേഷി പിന്നെയും കൂട്ടാൻ വേണ്ടിയിട്ട് ചില ശാസ്ത്രീയമായ മാർഗ്ഗങ്ങളുണ്ട്. അതിന് ഞാൻ പേറ്റൻറ്റിന് അപേക്ഷിച്ചിട്ടുണ്ട്. പേറ്റൻറ്റ് പബ്ലിഷ്ഡ് ആണ്. ഞാൻ 1 വർഷം കഴിഞ്ഞാലും ഈ കശുവണ്ടി മുളപ്പിച്ചെടുക്കും. ഇത്തരത്തിലുള്ള പറിക്കാൻ റെഡിയായിരിക്കുന്ന, ഹാർവസ്റ്റ് ചെയ്യാൻ റെഡിയായിരിക്കുന്ന കശുവണ്ടികൾ നമ്മൾ പറിച്ചെടുക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കശുവണ്ടി മേഖലയിൽ, കശുവണ്ടി വ്യവസായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കശുവണ്ടിയുടെ തൊലിയിൽ നിന്നുണ്ടാകുന്ന എണ്ണയാണ്. ഈ എണ്ണ കൈക്ക് പൊള്ളുകയും ഒരുപാട് പ്രശ്നങ്ങളുള്ളതിനെ കൊണ്ട് കശുവണ്ടി മേഖല എപ്പോഴും മെക്കനൈസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ചെറുകിട നാമമാത്ര കർഷകർക്ക് ഒരിക്കലും കശുവണ്ടി മേഖലയിലേക്ക് ഇടപെടാൻ പറ്റാതെ അവർക്ക് ഒരു സാധാരണ ഒരേക്കറുള്ള കർഷകന് കശുവണ്ടി ഫാക്ടറി ഇടാനാവില്ലല്ലോ. അത്തരം വിഷയങ്ങൾക്ക് വലിയൊരു പരിഹാരമാണിത്. നമുക്ക് ഈ കശുവണ്ടിയുടെ ഷെല്ല് ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയുമില്ല. ഇതിന് പ്രത്യേകിച്ച് ഒരു മെഷീനറിയുടെയും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കൈക്കൊന്നും പറ്റത്തുമില്ല. ഇത്തരത്തിൽ ഊരിയെടുത്തിരിക്കുന്ന മുളച്ച കശുവണ്ടിയുടെ ബീജദളങ്ങൾ അഥവാ കോട്ടിലീഡിയൻസ്, ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. ഈ കോട്ടിലീഡിയൻസ് ശാസ്ത്രീയമായിട്ട് അണുവിമുക്തമാക്കി ഇത് നമുക്ക് കഴിക്കാവുന്നതാണ്. മാത്രമല്ല ഇതിൻ്റെ വാല്യൂ അഡീഷൻ നടത്താനും പറ്റും. ഈ വിവിധങ്ങളായിട്ടുള്ള മുളപ്പിച്ച കശുവണ്ടിയുടെ വിഭവങ്ങൾ ഞാൻ ഇതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഊരിയെടുക്കാം. ഇത്തരത്തിൽ ഊരിയെടുക്കുമ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗമുണ്ട്. ഇതിന് ശാസ്ത്രീയമായിട്ട് പ്ലിമ്യൂൾ എന്നാണ് പറയുക. തളിര് അല്ലെ മുകുളം എന്ന് മലയാളത്തിൽ പറയാം. ഇതും വളരെ
രുചികരമായിട്ടുള്ള തിന്നാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഇതുകൊണ്ടും ഉള്ള വിവിധങ്ങളായിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ സാധാരണ ഒരു കർഷകന് അവൻ്റെ വീട്ടിൽ തന്നെ വളരെ ലളിതമായിട്ട് വലിയ ചിലവൊന്നും ഇല്ലാതെ മുളപ്പിച്ച കശുവണ്ടി എന്നുള്ള ഒരു സംരംഭം ഉണ്ടാക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന് പറ്റും. അതിനായിട്ട് വിവിധങ്ങളായിട്ടുള്ള സ്കീമുകൾ ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യോൻ്റെയും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലൊക്കെ അവൈലബിൾ. എനിക്ക് ഇത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ ഇത്തരം സങ്കേതങ്ങളിൽ നിന്ന് ധാരാളം കിട്ടിയിട്ടുമുണ്ട്. ഈ ഒരു ജെർമിനേഷൻ റൂം 25 കിലോ മുളപ്പിച്ച കശുവണ്ടി ഒരു ദിവസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ജെർമിനേഷൻ റൂമാണ്. ഇത് അൾട്രാ വയലറ്റ് റെസിസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഷീറ്റുകൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മോഡലാണ്. ഇതിൻ്റെ അകത്ത് ഞാൻ ആർദ്രത ക്രമീകരിക്കാനുള്ള ഹ്യൂമിഡിറ്റേറ്ററിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഹ്യൂമിഡിറ്റി 70ആണുള്ളത്. ശരിക്കും 94.5 ഹ്യൂമിഡിറ്റി ആകുമ്പോഴേ ഇത് ഓട്ടോമാറ്റിക് ഓഫാകും. ഇപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിരുന്നത് കൊണ്ടും ഡോറ് തുറന്നിട്ടത് കൊണ്ടുമാണ് ഹ്യൂമിഡിറ്റി താഴേക്ക് വരുന്നത്. 95% ഹ്യൂമിഡിറ്റി വേണം ഇത് കശുവണ്ടി മുളച്ച് വരാനായിട്ട്. അതേപോലെ ഇതിൻ്റെ അകത്ത് ഏപ്രിൽ മെയ് മാസങ്ങളിലാകുമ്പം ടെമ്പറേച്ചർ വളരെയധികം അധികരിക്കും. അപ്പം നമ്മൾ ശീതീകരണ സംവിധാനം പുറമേ നിന്ന് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ശീതീകരിക്കും. അത്തരത്തിൽ ഇതൊരു കൺട്രോൾഡ് ക്ലൈമറ്റിലുള്ള ഒരു ജെർമിനേഷൻ റൂമാണ്. ഈ റൂമിൽ ഇതേ സമയത്ത് തന്നെ കൂണും ഞാൻ മുളപ്പിച്ചെടുക്കാറുണ്ട്. അതുകൊണ്ട് ഇത് ഇപ്പം ഞാൻ മുളപ്പിച്ച കശുവണ്ടിയോടൊപ്പം തന്നെ കുമിൽ മഷ്റൂം, ഓയിസ്റ്റർ മഷ്റൂം ഞാൻ ഇതിനകത്ത് മുളപ്പിച്ചെടുക്കാറുണ്ട്.